വീഡിയോ എടുത്തേക്കാം. ഗൈസ് പറഞ്ഞില്ലൊക്കെ ഇപ്പൊ കുറവാ. നോർമലായിട്ടാ വീഡിയോ എടുക്കുന്ന. കുറെ നാളായി മീറ്റ് ചെയ്തിട്ടല്ലേ. നമ്മള് 2024 മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 2 വർഷമായി. അപ്പം ഇങ്ങനെ പുള്ളി ഇലക്ഷന് നിൽക്കുന്നു. അതിന്റെ ഓരോ പരിപാടിയിൽ ഇങ്ങനെ പോവാണ്. തിരുവല്ല കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അസംബ്ലി ഇലക്ഷന് നിൽക്കുന്നു അജു അലക്സ്. ഫേസ്ബുക്ക് യൂട്യൂബിൽ ലൈവ് ഉണ്ട് ഡെയിലി 8 മണിക്കല്ലേ? ഇതുവരെ ഒരു കാൻഡിഡേറ്റും അങ്ങനെ ലൈവിനൊന്നും വന്ന് ഇന്ററാക്ട് ചെയ്തിട്ടില്ല ആൾക്കാരോട്. ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അതുമല്ല, ഇനി അഥവാ ഞാനെങ്ങനെ ജയിച്ച് MLA ആയാലും എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും റിപ്പോർട്ടുകൾ ഞാൻ കാണിക്കും, എന്തൊക്കെ ഇവിടെ നടന്നെന്ന് കാണിക്കും. ആൾക്കാർക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാം. ഡയറക്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡെയിലി മാനേജ് ചെയ്യുന്നവരങ്ങ് മാനേജ് ചെയ്താൽ പോരെ. അല്ലാതെ നമ്മളെന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? എന്തിനാ ഈ ആളുകൾ ബുദ്ധിമുട്ടുന്നത്? എല്ലാത്തിനും നമുക്കിവിടെ റെഡിയാക്കി കൊടുക്കാം, എല്ലാ സാധനവും. ഒരു പ്രശ്നമല്ല, പക്ഷേ ജയിപ്പിക്കണം. പക്ഷെ അതിനെന്ത് ചെയ്യും? ഞാൻ വോട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്കിവിടെ ഒരു പണി കാണിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ ഞാനത് റെഡിയാക്കി തരാം. ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം. അതായത് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലൊരു ആപ്പ് അങ്ങ് ഉണ്ടാക്കി വെക്കും. ആ ആപ്പ് വെച്ചിട്ട് അങ്ങ് വർക്ക് ചെയ്ത് വെച്ചാൽ മതി. എല്ലാവർക്കും എല്ലാം കാണാൻ അറിയാം. ഇപ്പോൾ നിന്റെ ഒരു ആവശ്യം വരും, നിനക്കൊരു എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം, എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ എന്തും ആവാം. അപ്പൊ നീ എന്റെ ഡയറക്റ്റ് MLA ഓഫീസിലോട്ടായിരിക്കും, MLAയുടെ ഓഫീസേഴ്സ് ആയിരിക്കും ഈ എന്ത് സാധനവും നിന്റെ റിക്വസ്റ്റോ കംപ്ലൈന്റ് എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ബാക്കി ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ട്രാക്കിംഗ് സിസ്റ്റത്തിനകത്തുനിന്ന് സിംഗിൾ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് മുന്നോട്ട് പോകും. അപ്പൊ നീ ടോക്കൺ എടുക്കും. ടോക്കൺ എടുക്കുമ്പോൾ തന്നെ നിന്റെ ആപ്പിൽ നിന്റെ ട്രാക്കിംഗ് കാണാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഇത് ഇന്ന് ആലോചിച്ചതാ, അല്ല ഇത് നേരത്തെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല. പക്ഷെ എങ്ങനെ തിരിച്ചു മറിച്ചാലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുമല്ല, റെസ്പോൺസിബിലിറ്റി മൊത്തം മാറ്റുക. മനസ്സിലായില്ലേ? ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ആവും. നാളെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നടത്തണം. നിനക്കിപ്പോ നിന്റെ ഇത് തീർന്നു പോയി, അല്ലെ എന്തെങ്കിലും ഒരു സാധനം നിന്റെ ഇത് എന്ത് പറയാ വാലിഡിറ്റിയോ അല്ല എന്തെങ്കിലും സാധനം എന്താ പറയുക ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുക. എനിക്ക് കൊച്ചി എനിക്കുമ്പോൾ ആരും പുറകെ നടക്കണ്ട, അവിടെ ഉണ്ടാക്കി കൈ തരും. മരിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നും വരും. പിന്നെ പുറകെ നടക്കണ്ട. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. എല്ലാ കാര്യത്തിലും ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റം നമ്മുടെ ആയിരിക്കും. അതായത് പബ്ലിക് ഓഡിറ്റ് ചെയ്യുന്നു. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ആൾക്കാരും. മനസ്സിലായോ? ഇവിടുത്തെ വലിയ പുള്ളികൾ തൊട്ട് കുഞ്ഞു പുള്ളികൾ വരെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ഏറ്റവും കൂടുതൽ ഓഡിറ്റിന് വിധേയനാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിസ്റ്റം നമുക്ക് സ്വന്തമായി എന്നാണ്. അതായത് സൊല്യൂഷൻസ് അത്രയും വരും, കറക്ഷൻസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെർഫെക്റ്റ് സിസ്റ്റമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, നല്ലൊരു സിസ്റ്റം ഏറ്റവും വേൾഡിലെ തന്നെ നമ്പർ 1 മാറാൻ ചാൻസ് ഉണ്ട് നമ്മൾ. അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ലേറ്റ് ആക്കുന്നത്? എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കുക. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം വേണം. മനസ്സിലായോ? നീ ഇവിടെ ഇറങ്ങിയെന്നല്ലേ? ഇത് വേറെ തിരുവല്ലയിലെ സ്വതന്ത്ര എറണാകുളത്തുണ്ട് വേറെ യൂട്യൂബർ സ്ഥാനാർത്ഥി നന്നായിട്ടല്ല, വേറെ ഒരു ഏരിയ, പുതിയൊരു ഏരിയ. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മളെ ഇലക്ഷന് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ കൊടുത്തത് അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് നോമിനേഷൻ കൊടുക്കുന്നു, തിരിച്ചിറങ്ങി പോരുന്നു, നോമിനേഷൻ ആവുന്നു, പെട്ടെന്ന് ഇലക്ഷൻ മത്സരിക്കുന്നു എന്ന് പറയുന്നു, നേണ്ട പ്രചരണം തുടങ്ങുന്നു, ഓൺലൈനിൽ പ്രചരിപ്പിച്ചു, നേരിട്ട് പ്രചരിപ്പിച്ചു, ഇനി ബാക്കി മൈക്ക് അനൗൺസ്മെന്റ് ഇടുന്നു. പോസ്റ്ററും ബാനറും ഇല്ല. പിന്നെ എന്തൊക്കെയാണ് ബ്രോ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പരിപാടി? ജയിച്ചു കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള പരിപാടിയല്ല, ജയിച്ചു കഴിഞ്ഞാൽ ഓൾ കേരള, പാൻ കേരള, പിന്നെ പാൻ ഇന്ത്യ ആകും നമ്മള്. ബ്രോ 2036 ടാർഗറ്റ് ചെയ്തല്ലേ ഇപ്പഴേ സ്റ്റാർട്ട് ചെയ്തത്? 2036 പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആവണം. അത് കഴിഞ്ഞ് പയ്യെ നമുക്ക് പ്രധാനമന്ത്രി ആവും. എന്നിട്ട് അങ്ങനെ മുഖ്യമന്ത്രി ആയാൽ മതി, പ്രധാനമന്ത്രി ആവണമെന്നില്ല. അതിനു മുമ്പേ സിസ്റ്റർ റെഡി ആക്കി എടുക്കാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലേ നമുക്ക് കേരളം നന്നാക്കാം, ഇന്ത്യ നന്നാക്കാം. ഓൾ ഇന്ത്യ നമുക്ക് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
നമുക്ക് കേരളം മാത്രമേ അതിന് സെൻട്രലിന്റെ സപ്പോർട്ട് വേണം അല്ലേ? നമുക്ക് അതൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. നമുക്ക് ഓൾ ഇന്ത്യ ആക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമൊന്നും ഇല്ല, അവർക്ക് വേണേ അവരെടുത്തോളൂ. അവർ ഈ സിസ്റ്റം കണ്ടിട്ട് തന്നെ എടുത്തോളൂ, വേണമെങ്കിൽ എടുത്തോളൂ. ക്ലാരിറ്റി ആപ്പിന്റെ അതേ സിസ്റ്റത്തിലല്ലേ ഇത് ട്രാൻസ്പെറൻസി? അതെ, ഓക്കെ. അതേപോലെ ആയിരിക്കത്തില്ല, ഇതിനകത്ത് കുറെ കൂടെ സ്കോപ്പ് ഉള്ളത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ചാറ്റ് വിത്ത് ക്ലാരിറ്റി എന്നായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ആപ്പ്? നമ്മള് ചാറ്റ് വിത്ത് ക്ലാരിറ്റി ഇപ്പൊ അത് സ്റ്റോപ്പ് അല്ലേ? റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഈ മാസം അടുത്ത മാസം ആപ്പ് വരും. നേരത്തെ ആപ്പ് ഇല്ലാന്നല്ലോ. നേരത്തെ വെബ്സൈറ്റ് മാത്രമല്ലേ ഉള്ളു. ആപ്പ് വന്നിട്ട് ആപ്പ് റെഡി ആക്കി കഴിഞ്ഞാല് ആപ്പിൽ കൂടെ ആയിരിക്കും ഇനി ഓപ്പറേഷൻസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി റീച്ച് ആവും, കുറെ കൂടി പ്രയോജനമുണ്ട് ആളുകൾക്ക്, കുറെ കൂടി ഫെസിലിറ്റീസ് ഓൺ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. നല്ലതായിട്ടേ വരത്തുള്ളൂ. ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ഈ സാധനം നടത്തിക്കൊണ്ട് വരും.